Hello, myself Sri Lakshmi Nair, Assistant Professor Electrical and Electronics Department, SNIT Adur. Today I am going to discuss about the revision session, that is University Question Paper discussion of April 2018 remaining University questions. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ ലെക്ചർ വീഡിയോസിലെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഏപ്രിൽ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ പാർട്ട് 4 വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ സെഷനിൽ പാർട്ട് 5 നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഏപ്രിൽ 2008 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 12th ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റഡ് ആണ്. 13th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സെപ്പറേറ്റ്ലി എക്സിറ്റഡ് DC motor fed from a converter can be worked as a generator where the firing angle is increased to as 90 degree, and by reversing the armature terminal mechanically draw the circuit diagram. Can you realize the same by using a dual converter and without using a mechanical switch? Draw the circuit diagram for the implementation and explain its working. ഇതൊരു 10-mark ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സ്ലിപ്പ് പവർ റിക്കവറി സ്കീം, ഡിസ്ക്രൈബ് സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് ആൻഡ് ഷോ ദാറ്റ് ദ സ്ലിപ്പ് അറ്റ് വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇസ് ഗിവൻ ബൈ S is equal to minus AT divided by A into cos alpha, where A and AT pertain to per phase turns ratio for induction motor and transformer respectively. Why it is always suggested to use a transformer in line side converter for static Sherbius drive. Again, this is also a 10-mark question. Questions ആണ് ഇന്നത്തെ first question. Videoയിൽ നമ്മൾ separately excited DC motor fed from a converter can be worked as a generator where the firing angle is increased towards 90 degree and by reversing the armature terminal mechanically. Draw the circuit diagram. Can you realize the same by using a dual converter and without using a mechanical switch? Draw the circuit diagram for the implementation and explain its working. ഇതൊരു കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ ഫെഡ് ഫ്രം എ ഫുൾ കൺവേർട്ടറും ഹാഫ് കൺവേർട്ടറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ കൺവേർട്ടറും പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് വെച്ചിട്ടുള്ളൊരു സർക്യൂട്ട് ഡയഗ്രവും, സെക്കൻഡ് സർക്യൂട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ കൺവേർട്ടർ വിത്തൗട്ട് സ്വിച്ചും റിവേഴ്സിംഗ് സ്വിച്ചും വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം സ്കീം എന്താണെന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് റിവേഴ്സ് സ്വിച്ച് 5 മാർക്സിന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡ്യുവൽ കൺവേർട്ടർ ഈ സെയിം സാധനം തന്നെ നമ്മൾ ഡ്യുവൽ കൺവേർട്ടർ വെച്ചിട്ട് 5 മാർക്സിന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടിയാണ് നമ്മൾ 5 മാർക്സ്. അപ്പം ഈ ഡ്യുവൽ കൺവേർട്ടറിൻ്റെ 5 മാർക്സ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രം എക്സ്പ്ലനേഷനും കൂടിയാണ്. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് റിവേഴ്സ് സ്വിച്ചിൻ്റെ എക്സ്പ്ലനേഷനും 5 മാർക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം പ്ലസ് എക്സ്പ്ലനേഷൻ ആണ് മാർക്സ്. ഇതാണ് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് റിവേഴ്സിംഗ് സ്വിച്ച്. ഇപ്പം ഈ ഡയഗ്രാം വരയ്ക്കുക. നമ്മൾ സ്വിച്ച് ഇതിനകത്ത് നമ്മൾ റിവേഴ്സിംഗ് സ്വിച്ചിനെ പറ്റി കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഡയഗ്രത്തിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളൊരു സർക്യൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്. A fully controlled rectifier feed the motor through the reversing switch. നമ്മൾ കണ്ടു മോട്ടറിന്റെ രണ്ട് സൈഡിലും സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ ക്യാൻ പ്രൊവൈഡ് ദ ഓപ്പറേഷൻ ഓഫ് ക്വാഡ്രന്റ് 1 and 4 ആൻഡ് റിവേഴ്സൽ ആർമേച്ചർ കണക്ഷൻ ഓഫ് ക്യാൻ പ്രൊവൈഡ് ദ ഓപ്പറേഷൻ ഓഫ് ക്വാഡ്രന്റ് 2 and 3. 1 and 4 നമുക്ക് ഫുൾ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ ഓപ്പറേഷൻ ഉണ്ട്. അതുപോലെ റിവേഴ്സൽ, അതായത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സൽ ആർമേച്ചർ കണക്ഷൻ എന്ന് പറയുന്നത് 2ലും 3ലും നമുക്ക് കാണാൻ പറ്റും. The thyristor switch is realized in the circuit over the relay contactor to avoid the maintenance. Thyristor switch എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിലേക്ക് ഇസ് റിയലൈസ്ഡ് ഇൻ ദ സർക്യൂട്ടിലേക്ക് റിയലൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഓവർ ദ റിലേ കോണ്ടാക്ടർ ടു അവോയ്ഡ് ദ മെയിൻ്റനൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു റിലേ കോണ്ടാക്ടർ വെച്ചിട്ട് നമ്മളിത് സർക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പഠിച്ചതാണ്. ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ഫെഡ് DC സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ, ആ സെയിം എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ അതിലും എഴുതുക. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ കൺവേർട്ടർ ആണ്. ഡ്യുവൽ കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണിത്. ഓൾറെഡി നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ളതാണിത്. ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഡ്യുവൽ കൺവേർട്ടറിൻ്റെ എന്നിട്ട് ഡ്യുവൽ കൺവേർട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുക. കൺസിസ്റ്റ് ഓഫ് 2 fully controlled converters in anti-parallel across the armature. Rectifier A provides a positive motor current and voltage in either direction and allows motor control in 1 and 4. Rectifier B the negative motor current and voltage in either direction and allows motor control in 2 and 3. There are 2 methods of control. First one, in simultaneous control, both the rectifier are controlled together, thus VA plus VB is equal to 0.
cos alpha plus cos beta is equal to 0. That is alpha A plus alpha beta is equal to alpha A plus alpha B is equal to 180 degree. And in non-circulating current control method, one thyristor is controlled at a time. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഡ്യുവൽ കൺവേർട്ടറിനെ പറ്റി, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ, ഫെഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്ലസ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ ആ ക്വസ്റ്റ്യനകത്തിൽ കാണിക്കേണ്ടത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ what is slip power recovery scheme? Describe the static show-based drive and show that the slip at which it operates is given by S is equal to minus 80 by A into cos alpha, where A and 80 pertain to per phase turns ratio for induction motor and transformer respectively. Why it is always suggested to use a transformer in line side converter for static show-based drive. 10 mark question ആണ്. ഇതിന്റെ സ്കീം എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിന്റെ എക്സ്പ്ലനേഷൻ 3 marks, സ്റ്റാറ്റിക് ഷോ ബേസ്ഡ് ഡ്രൈവിന്റെ എക്സ്പ്ലനേഷൻ 5 marks, reason for why അല്ലെങ്കിൽ always suggested to use a transformer in line set converter for static show based drive 2 marks. അങ്ങനെ ടോട്ടലി ആണ് ഇതിന് 10. സ്റ്റാറ്റിക് ആദ്യം നമ്മൾ സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോസിലെല്ലാം സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിന്റെ എക്സ്പ്ലനേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സ്റ്റാറ്റിക് ഷോ ബേസ്ഡ് ഡ്രൈവ് പറയുക. ദ സ്റ്റാറ്റിക് ഷോ ബേസ്ഡ് ഡ്രൈവ് provides the speed control of a wound rotor motor below synchronous speed. The portion of the rotor AC power is converted into DC by a diode bridge. The controller rectifier works as an inverter and converts the DC power back into AC and feed it back to the AC source. This drive has the ability to offload the power both in positive as well as negative direction of the injected voltage. This increases the operating condition of the drive. The feedback power is controlled by controlling the inverter counter EMF VD2, which is controlled by controlling the inverter firing angle. The DC link inverter reduced the ripple in DC link current ID. The slip power of the drive is feedback to the source, due to which the efficiency of the drive increase. This is the diagram. Circuit diagram ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതെന്ന് പറഞ്ഞ ഒരു റെക്ടിഫയർ സൈഡ്, ഇതെന്ന് പറഞ്ഞ ലൈൻ കമ്മ്യൂട്ടേറ്റർ ഇൻവെർട്ടർ ആണ്. ഇവിടെ ഒരു DC ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോട്ടറിന്റെ റോട്ടറിൽ നിന്ന് നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതിന്റെ റോട്ടറിൽ നിന്ന് നമ്മൾ റോട്ടർ വേസ്റ്റ് ചെയ്യുന്ന പവറിനെയാണ് ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്നത്. ആ പവറിനെ ട്രാൻസ്ഫോമറിലേക്ക് ഇവിടുന്ന് റെക്ടിഫൈ ചെയ്തു. അത് ഇൻവെർട്ടർ വഴി നമ്മൾ AC ആയിട്ട് കിട്ടി, ഇൻവേർട്ട് ചെയ്ത് കിട്ടിയ AC നമ്മൾ അഗെയിൻ ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ട് സപ്ലൈയിലേക്ക് ഫീഡ്ബാക്ക്. The input power is the difference of the DC input power and the power feedback. The reactive input power is the sum of motor and input reactive power. Thus, the drive has poor power factor throughout the range of its operation. In static service drive equation 1, VD1 is equal to 3 root 6 by pi into SV by N. ഇതാണ് equation 1. VD2 is equal to 3 root 6 by pi into V by M cos alpha. Equation 2, where A is the inverter firing angle and N and M are respectively the stator to the rotor turns ratio of the motor and source side to converter side turns ratio of the transformer. The neglecting the drop across the inductor, we get the static service drive equation 2, VD1 plus VD2 is equal to 0. Substituting these equations 1 and 2 in the above equation, we get equation number 3 of the static show-based drive, that is 3 root 6 by pi n SV plus 3 root 6 V cos alpha by pi m is equal to 0. 3 root 6 by pi into V into S by n plus cos alpha by m is equal to 0. S by n is equal to minus cos alpha by m. That is S is equal to n divided by m cos alpha, that is equal to minus a cos alpha. Equation 3, where a is equal to n by m. The maximum value of alpha is restricted to 165 degree for safe commutation of the inverter thyristor. The slip can be controlled from 0 to 0.966 alpha, where alpha is changed from 90 degree to 165 degree. The appropriate speed range can be obtained by choosing the appropriate value of alpha. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് സർവീസ് ഡ്രൈവിൻ്റെ ഇക്വേഷൻസ്, അതായത് VD1ഉം VD2ഉം രണ്ട് കൺവേർട്ടറിൻ്റെ സൈഡിലുള്ള വോൾട്ടേജുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇക്വേഷൻസ് VD1 പ്ലസ് VD2 is equal to 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് S is equal to minus a cos alpha എന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യനകത്തിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി a smooth transition is possible from subs to supersynchronous speeds without any commutation problem. Speed reversal is not possible. A step-up transformer may be interposed between the line and the converter to reduce the voltage rating of the converter.
അപ്പം എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ആൻസർ ആണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി സ്റ്റാറ്റിക് സർവീസ് ഡ്രൈവും സ്ലിപ്പ് അവർ റിക്കവറി സ്കീമിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അത് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു 10 മാർക്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതായിരുന്നു നമ്മുടെ 2 ക്വസ്റ്റ്യൻസ്. അതായത് ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ഫെഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിന്റെ സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് നമ്മൾ സ്വിച്ച് ഇല്ലാതെ അതേ ഓപ്പറേഷൻ തന്നെ ഡ്യുവൽ കൺവേർട്ടർ വെച്ച് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് അവർ റിക്കവറി സ്കീം വെച്ചിട്ട് സ്റ്റാറ്റിക് സർവീസ് ഡ്രൈവിന്റെ ഇക്വേഷൻ അത് അവർ തന്നിട്ടുള്ള ഇക്വേഷനിലേക്ക് പ്രൂവ് ചെയ്യാനായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിക് സർവീസ് ഡ്രൈവിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം 2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം സോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ലെക്ചർ വീഡിയോ കാണുക, എന്നിട്ട് കൂടുതൽ ഇൻ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് എന്താണ് എഴുതേണ്ടതെന്നുള്ള ഒരു കീ മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ ആൻസർ എലോബറേറ്റ് ചെയ്ത് തന്നെ എഴുതുക. അത് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് നോക്കുക. താങ്ക്